കായംകുളത്ത് മകൻ അമ്മയെ വെട്ടിക്കൊന്നു. പുതുപ്പള്ളി സ്വദേശി ശാന്തമ്മയാണ് മരിച്ചത്. മകൻ ബ്രഹ്മദേവൻ കായംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ നിഷ ദിലീപ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഷ, വിശദാംശങ്ങൾ. നിഷ, ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? ശനിയാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് ശനിയാഴ്ച ഈ ബ്രഹ്മദേവനും ശാന്തമ്മയും കൂടി ഇവരുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള ഒരു വീട്ടിൽ അന്നദാനം ഉണ്ടായിരുന്നു. ഈ അന്നദാനത്തിന് പോയി തിരികെ എത്തിയപ്പോൾ അവിടെ മദ്യപിച്ചതുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ വെച്ച് മദ്യപിച്ചതുമായി ബന്ധപ്പെട്ട് അമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായി. തുടർന്ന് ശാന്തമ്മയെ ബ്രഹ്മദേവൻ മുറിക്കുള്ളിലേക്ക് പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് രാത്രിയിലാണ്, ശനിയാഴ്ച രാത്രിയിലാണ്. തുടർന്ന് ശാന്തമ്മ കിടന്നുറങ്ങി എന്ന് ബ്രഹ്മദേവൻ കരുതി. പക്ഷേ ഞായറാഴ്ച പുലർച്ചെ അമ്മയെ വിളിച്ചിട്ടും എഴുന്നേൽക്കാതായതോടുകൂടി ഈ ശാന്തമ്മയുടെ മറ്റു മക്കളെയും ബന്ധുക്കളെയും ബ്രഹ്മദേവൻ ഫോണിൽ വിളിച്ച് അമ്മയ്ക്ക് സുഖമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെത്തി ശാന്തമ്മയെ കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ശാന്തമ്മയുടെ തലയിൽ മുറിവ് കണ്ട് സംശയം തോന്നിയതിനെ തുടർന്നാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തി ബ്രഹ്മദേവനെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് തുടർന്നാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ബ്രഹ്മദേവൻ പോലീസിനോട് പറഞ്ഞത്. അമ്മയെ മർദ്ദിച്ചതായും ഉപദ്രവിച്ചതായും ഒക്കെ ബ്രഹ്മദേവൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം സംഭവിച്ചിരിക്കുന്നത് നട്ടെല്ലിനേറ്റ ആഴത്തിലുള്ള ക്ഷതം കാരണമാണ്. നട്ടെല്ലിനേറ്റ ക്ഷതത്തെ തുടർന്ന് വാരിയൽ പൊട്ടി രക്തം കട്ട പിടിച്ചതാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശാന്തമ്മയുടെ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട്. ബ്രഹ്മദേവനെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ശരി നിഷ.